ഹായ് ഹലോ വെൽക്കം ടു ഫാമിലി ടൈൽസ്. ഒരു ഇടിവെട്ട് ജ്യൂസാണ് കാച്ചാലോ. ഒരു കപ്പിൽ 4 പിടി അണ്ടിപ്പരിപ്പ്, 4 പിടിയോളം ബദാം പരിപ്പ് കുതിർത്താൻ വെക്കുന്നു. ശേഷം ജാറിലേക്ക് നിക്ഷേപിക്കുന്നു. അത്ര തന്നെ 4 പിടിയോളം കുരു കളഞ്ഞു വെച്ചിട്ടുള്ള ഈത്തപ്പഴം ജാറിലേക്ക്. അതിനുശേഷം ഐസ് നമുക്ക് തണുപ്പ് എത്രത്തോളം വേണം എന്നുള്ളതിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ് കേട്ടോ. നല്ല തണുപ്പ് വേണ്ടവർക്ക് കൂടുതലിടാം. ഈ നല്ല മഴ സമയത്ത് കഴിക്കാൻ പറ്റിയ ജ്യൂസാണല്ലേ. നല്ല തണുപ്പിൽ മഴയത്ത് ഐസ്ക്രീമൊക്കെ കഴിക്കുന്ന പോലെ, അത് വേറിട്ട അനുഭവമല്ലേ. പിന്നെ കട്ടപ്പാൽ ഒഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇനി കട്ടപ്പാൽ അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മളെ ഐറ്റംസ് അത്രത്തോളം തിക്കായിട്ട് വരുന്ന ഐറ്റംസാണ്. അപ്പോൾ കട്ടപ്പാൽ ഒഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ പഞ്ചസാര വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം, വേണ്ടെങ്കിൽ വേണ്ടാന്ന് വെക്കാം. നമ്മളൊരു കുറച്ചുകൂടെ ഈത്തപ്പഴം, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കുറച്ച് സിറപ്പ്, ചോക്ലേറ്റ് സിറപ്പാണ് തോന്നുന്നു, അതും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്, മധുരം വരുന്ന സാധനങ്ങളൊക്കെ കേട്ടോ. കാരണം മറ്റതൊക്കെ അടിപൊളിയായിട്ടുള്ള സാധനങ്ങളാണ്, ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടുള്ള ഈ ഒരു ജ്യൂസിന് വെറും 40 രൂപ മാത്രമാണ് വരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ഈ ഒരു സ്പോട്ട് വരുന്നത് എവിടെയാണ്? പാണ്ടിക്കാടാണെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ സഫ ജ്വല്ലറീൻ്റെ ഒക്കെ ഒരു ഓപ്പോസിറ്റായിട്ട് നമുക്കൊരു പാർക്കിംഗ് ഉണ്ട്, പേൻ പാർക്കിംഗ്. ആ ഒരു പാർക്കിങ്ങിൽ, അതായത് പാണ്ടിക്കാട് പെരിന്തൽമണ്ണ റോഡ് കയറി ഉടനെ തന്നെ സഫ ജ്വല്ലറിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു പേൻ പാർക്കിംഗ് ഉണ്ട്. ആ പാർക്കിങ്ങിലൂടെ വന്നു കഴിഞ്ഞാൽ ഈ ബിൽഡിങ്ങിൻ്റെ പുറകുവശത്തേക്ക് എത്താം, പള്ളിയുടെയൊക്കെ സമീപത്തായിട്ട്. അതിലേ വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി നിർത്താനും ഒക്കെ സൗകര്യമുണ്ട്. അപ്പോൾ അവിടുന്ന് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ജ്യൂസ് കടയുടെ അടുത്തെത്താം. അതേപോലെ തന്നെ പാണ്ടിക്കാട് ടൗണിൽ നിന്ന് തന്നെ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ ഒക്കെ അടുത്തായിട്ട് നമ്മളെ മക്കാനിയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ അടുത്തായിട്ട് മക്കാനിയുടെ ഒക്കെ ആ സൈഡിലൂടെ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് വന്നാലാണ് ബിസ്മി ട്രേഡേഴ്സ് കാണാം. ഇവിടെ ഇടിവെട്ട് ജ്യൂസ് മാത്രമല്ല, മറ്റനേകം ജ്യൂസുകളുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്തു കൂടെ വന്നാൽ നമുക്ക് അകത്തേക്ക് എത്താം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ, ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇട്ടതിന് ശേഷം ഏകദേശം ഒരു 8 മിനിറ്റ് 10 മിനിറ്റോളം അത് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി അത് നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റിലേക്ക് അത് എത്തുക, സത്യം പറഞ്ഞാൽ. അപ്പോൾ നന്നായി അടിച്ചെടുക്കണം. 10 മിനിറ്റോളമൊക്കെ അടിച്ചാലാണ് നമുക്ക് അതെല്ലാ സാധനങ്ങളും അതിൽ നന്നായി ബ്ലെൻഡ് ചെയ്ത് നല്ല ജ്യൂസി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ മറ്റുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾക്കൊന്ന് പറഞ്ഞതാണ്. പിന്നെ ഇതിൻ്റെ പുറകുവശത്ത് നിന്ന്, അതായത് നമുക്ക് പാണ്ടിക്കാട് ടൗണിൽ നിന്ന്, ജംഗ്ഷനിൽ നിന്ന് സ്റ്റാൻഡൊക്കെ ഉള്ള മഞ്ചേരി റോഡിന് കയറി കഴിഞ്ഞാൽ ഒരിടയിൽ കൂടി വന്നു കഴിഞ്ഞാലും ഈ ഷോപ്പിൻ്റെ ബാക്ക് വശത്തേക്ക് എത്താൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് വശത്തുനിന്ന് വന്നും ജ്യൂസ് കഴിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. അപ്പോൾ നമ്മൾ ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. തയ്യാറായതിന് ശേഷം കണ്ട അതിൻ്റെ ഒരു തിക്നെസ്സൊക്കെ കണ്ടില്ലേ, നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. 40 രൂപ മാത്രമാണ്, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ഒരു ഈ സ്പോട്ടിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാനിതിൽ തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നേരെ വിട്ടോളൂ. പിന്നെ പാർക്കിംഗ് ഇല്ല എന്നുള്ളൊരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവില്ല, പാൻ പാർക്കിംഗ് ആണെന്ന് മാത്രം. അപ്പോൾ നമ്മളെല്ലാവരും ജ്യൂസ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ജ്യൂസ് കഴിച്ചവരൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞത്, എല്ലാവർക്കും ഇടിവെട്ടി എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് ഇനിയും വരും. നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂടണം, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ മറക്കരുത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടോ, ആ പാർക്കിങ്ങിൽ നിന്ന് വരുന്ന ഒരു ഭാഗം. പിന്നെ ഈ ഒരു ഇടയിൽ കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാൻഡിലേക്കൊക്കെ പോകാൻ എളുപ്പമാണ്. അപ്പോൾ സ്റ്റാൻഡിൻ്റെ ഒരു ഭാഗത്തു നിന്നൊക്കെ വരികയാണെങ്കിൽ ഇതിൽ വന്നു കഴിഞ്ഞാലും ജ്യൂസ് കടയിലെത്താം.